ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയെക്കുറിച്ച് പണ്ട് ശ്രീ ജി സുധാകരൻ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മക്കുണാഞ്ചന്മാരും മരമാക്രികളുമാണ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ള 6 പേർ എന്നാണ്. ഞാനിത് കണ്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഈ പറഞ്ഞ 6 പേര് ആരൊക്കെയാണ്? പുള്ളി പറഞ്ഞ് പേര് ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി എന്നാണ്. അപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം നോക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ 9 പേരെങ്കിലും ഉണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് വേറെ രീതിയിൽ ചോദിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ മക്കുണാണ്ടന്മാരും മരമാക്രികളും എന്ന ബഹുമാനപ്പെട്ട ശ്രീ ജി സുധാകരൻ, അദ്ദേഹം ഒരു കവിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യഭാവന മാറ്റി നിർത്തിയിട്ട് നോക്കിയാലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ടവരുള്ളത് ഈ മന്ത്രിസഭയിലാണ്. ഈ കഴിവുകെട്ടവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മന്ത്രിസഭ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാരണഭൂതന് മാത്രം കഴിവുള്ള ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഘടകകക്ഷികളുടെ മന്ത്രിമാരൊക്കെ ആയിരുന്നു വളരെ മോശക്കാരായിട്ടുള്ളത്. കോൺഗ്രസ്സുകാരും 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയിൽ കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് അതിൽ പലർക്കും സീറ്റ് കൊടുക്കാതെ, തോമസ് ഐസക്, ജി സുധാകരൻ, എ കെ ബാലൻ, അതല്ലെങ്കിൽ സി രവീന്ദ്രനാഥ്, ഇങ്ങനെ കഴിവ് തെളിയിച്ച ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. ജയിച്ചു വന്നവരിൽ തന്നെ ശൈലജ ടീച്ചറെ പോലെ യോഗ്യതയുള്ള ആളുകളെ, ഒരു പരിധിവരെ മൊയ്തീൻ, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തീരെ അപ്രാപ്തരായ ആളുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിലോ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നത് നമ്മൾ ആരും എതിരല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ കഴിവില്ലാത്ത ആളുകളെ മാത്രം നിരത്തിക്കൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കിയതാണ്. മിക്കവാറും എല്ലാ വകുപ്പുകളും ഇതുപോലെ തന്നെയാണ്. വീണ ജോർജ് ഒറ്റക്കല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്താ സ്ഥിതി? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് നടക്കുന്നത്? എക്സൈസ് വകുപ്പിൽ എന്താണ് കാര്യം? ഏത് വകുപ്പിലാണ് കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് പോകും. എന്നാൽ മുഖ്യമന്ത്രിക്കാണെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ, അനാരോഗ്യത്തിൻ്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സെക്രട്ടറിമാരായിട്ടും അഡീഷണൽ പി എസുമാരായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഭരണം നിയന്ത്രിക്കുന്നത്. അവർക്ക് ഉത്തരവാദിത്വമില്ലല്ലോ, അവർക്ക് അധികാരം മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്വമില്ലാത്ത അധികാരം എപ്പോഴും അപകടത്തിൽ ചെന്ന് അവസാനിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ ജോർജിൻ്റെ ഒറ്റപ്പെട്ട ഒരു വീഴ്ചയല്ല.